നമുക്ക് കംപ്ലീറ്റ് വ്യക്തമാക്കി തന്നു. അതിൽ നമ്മളെല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. ഡിഫൻസ് കൗൺസിൽ, യു ക്യാൻ ക്രോസ്. താങ്ക് യു യുവർ ഓണർ. ചെയ്തുപോയ അവിവേകത്തിന്റെ കുറ്റബോധമാണ് നിങ്ങളുടെ മനസ്സ് മുഴുവൻ. ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ രാമനായരെ? ഒരു തരത്തിൽ നിങ്ങൾ നിരപരാധിയാണ്. പവിത്രന്റെ ഉദ്ദേശം പൂർണ്ണമായും നിങ്ങൾക്കറിയില്ലായിരുന്നു. പറയൂ, സത്യം ഞാൻ പറഞ്ഞതല്ലേ? ഒബ്ജക്ഷൻ യുവർ ഓണർ. ഡിഫൻസ് കൗൺസിൽ ഈസ് ഇന്റിമിഡേറ്റിംഗ് ദ വിറ്റ്നസ്. ഐ മേ ബി എക്സ്ക്യൂസ്ഡ് യുവർ ഓണർ. സാക്ഷി അനുഭവിക്കുന്ന മാനസിക പീഡനത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചു വന്നേ ഉള്ളൂ. മേ ഐ? എന്ന് മാത്രമല്ല, വളരെ രസകരമാണ്. കൂടുതൽ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ മൈക്ക് പിടിച്ചു വാങ്ങി ഇപ്പുറത്തേക്ക് വെക്കുക. എല്ലാം സംസാരിച്ച് എല്ലാവർക്കും തമ്മിലുള്ള സംശയങ്ങളൊക്കെ തീർന്നു, സെറ്റിലായി. സെറ്റിലായി. എല്ലാം ഒത്തുതീർപ്പാക്കിയെന്ന്. ഇനി എന്റെ അരിയന്റെ മനസ്സ് വാർത്തതിന് മുമ്പ് നമുക്ക് പോകാം. എങ്ങനെയാണ്? ചെക്കായിട്ടാണോ പണം കൊടുത്തത്, പണമായിട്ടാണോ കൊടുത്തത്? ഒന്ന് പോണോ മാപ്പിളെ? എന്താണ് അതുകൊണ്ട് ചേർത്തല്ലേ കോംപ്ലിമെന്റ്സ് ആക്കിയത്? വാടാ. 39,33,697 രൂപ വരവ് വന്നതിൽ 24,60,000 രൂപയാണ് ഞങ്ങളുടെ വരവ് ചെലവായിട്ടുള്ളത്. ഇനി ബാലൻസ് ഉള്ളത് 14,73,697 രൂപയാണ്. എത്രണ്ട്? കിട്ടിയ മുഴുവനുണ്ട്. ബില്ലെവിടെ? ബില്ലോ? ഇവരാരും ബില്ലാതനോ? ബില്ലൊന്നും വാങ്ങിക്കാറില്ല. നമ്മള് പതിവുകാരായതുകൊണ്ട് വായിലെഴുതി കൂട്ടും. അഭിഭാഷകർക്ക് നൽകിയത് 9,35,000 രൂപയാണ്. കത്വ കേസ് നടത്തിപ്പിനായി അഭിഭാഷകർ ആരും പണം വാങ്ങിയിട്ടില്ലെന്ന് സുപ്രീം കോടതിയിൽ അടക്കം കേസ് വാദിച്ച അഭിഭാഷക ദീപിക സിംഗ് രജാവത്ത് പറയുകയാണ്. ഞങ്ങൾ വേൽപ്പിച്ച വക്കീലിന്റെ നമ്മള് നിയോഗിച്ച വക്കീൽ, ഞങ്ങൾ നിശ്ചയിച്ച വക്കീലാണ്. മുബീൻ ഫാറൂഖി നിങ്ങൾ ഏർപ്പെടുത്തിയ അഭിഭാഷകനാണെന്നാണല്ലോ പറയുന്നത്. ഞങ്ങൾ ഏർപ്പെടുത്തിയ അഭിഭാഷകനല്ലല്ലോ. ആ കുടുംബത്തിന്റെ അഭിഭാഷകന് ഞങ്ങൾ നിയമസഹായം അദ്ദേഹം ത്രൂവാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നിയോഗിച്ച വക്കീൽ, ഞങ്ങൾ നിശ്ചയിച്ച വക്കീലാണ്. ഞങ്ങൾ ഏർപ്പെടുത്തിയ അഭിഭാഷകനല്ലല്ലോ. മുബീൻ ഫാറൂഖിക്ക് നൽകിയെന്ന് ആദ്യം യൂത്ത് ലീഗ് പറഞ്ഞത് 9.5 ലക്ഷം രൂപയാണ്. പക്ഷെ എന്നാൽ ഇപ്പോൾ പറയുന്നത് 7 ലക്ഷം രൂപയാണ്. പിന്നെ നമ്മൾ കത്തുവ പിതാവിന് നൽകിയത് 5 ലക്ഷം രൂപയാണ്. കത്തുവ പെൺകുട്ടിയുടെ പിതാവിന് യൂത്ത് ലീഗ് 5 ലക്ഷം രൂപ നൽകിയെന്ന വാദം പച്ചക്കള്ളം. പിതാവിന്റെ ജമ്മു കാശ്മീർ ബാങ്ക് അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ എത്തിയിട്ടില്ല. ഉണ്ടല്ലോ. ഈ ബാങ്കിൽ ഇപ്പോഴുള്ളത് 9,39,975 രൂപ മാത്രമാണ്. ഈ വിവാദമുണ്ടായതിനു ശേഷം ഈ മാസം 6-ാം തീയതി, അതായത് 6/2/2021 3,50,000 രൂപ ഈ ബാങ്കിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ട്. ഇത് 2,000 ഉണ്ടാവും. ഇതിനെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ട്രഷറർ 2 പേരുടെ പേരിലാണ് അക്കൗണ്ട് ഉള്ളത്. ട്രഷറർ അദ്ദേഹത്തിന് പനിയുണ്ട്. അപ്പോൾ ആരെങ്കിലും ടെലിഫോണിലെങ്കിലും പ്രതികരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നുള്ള മറുപടിയാണ് ആ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷെ നിങ്ങളുടെ നേതാക്കൾ ഒഴിഞ്ഞു മാറുന്നത് ഈ കണക്കുകൾ ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടാണോ,
ആരോപണങ്ങൾ നിങ്ങളെ കൂടുതൽ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് കൊണ്ടാണ്. നമുക്കറിയാമല്ലോ, ഉത്തരങ്ങൾ ഉണ്ടാകാതിരിക്കുമ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുസമൂഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാധ്യമങ്ങളിലൂടെയാണല്ലോ പൊതുസമൂഹം ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. ആ സമയത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറുമ്പോൾ കേരളം എന്ത് മനസ്സിലാക്കണം?